പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പന്റെ പാരമ്പര്യ ഐതിഹ്യത്തിന്റെ ചിത്രീകരണം. അഞ്ചരമനയ്ക്കൽ വാഴുന്നവർ മക്കളില്ലാത്തതിനാൽ അസന്തുഷ്ടരായിരുന്നു. ശിവഭക്തയായിരുന്ന ഭാര്യ പാടിക്കുട്ടിയമ്മ കുട്ടികൾക്കായി ശിവന് യാഗം കഴിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ ഭഗവാനെ കാണുകയും അടുത്ത ദിവസം അടുത്തുള്ള നദിയിൽ നിന്ന് ദേഹശുദ്ധി കഴിഞ്ഞ് മടങ്ങുമ്പോൾ യാദൃച്ഛികമായി ഒരു കുഞ്ഞിനെ കണ്ടുകിട്ടുകയുമായിരുന്നു. അവർ ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വന്തം മകനായി വളർത്തി. അങ്ങനെ ഇല്ലത്ത് വളരുകയായിരുന്ന ബാലൻ തന്റെ വില്ലും അമ്പും ഉപയോഗിച്ച് വേട്ടയാടുന്നതിനായി അവരുടെ വീടിനടുത്തുള്ള കാട്ടിൽ പോകാറുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം ദരിദ്രർക്ക് ഭക്ഷണം എത്തിക്കുകയും പ്രാദേശിക സമൂഹങ്ങളുമായി ഇടപഴകുകയും ചെയ്യുകയായിരുന്നു. ഈ പ്രവൃത്തികൾ ജീവിത രീതിക്ക് വിരുദ്ധമായിരുന്നതിനാൽ ഈ ആചാരം നിർത്താൻ അവന്റെ മാതാപിതാക്കൾ അവനോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചു. പക്ഷേ കുട്ടി അവരുടെ മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുത്തില്ല. അയ്യങ്കര വാഴുന്നവർ കടുത്ത നിരാശയിലായി. അയ്യങ്കര വാഴുന്നവർ കാര്യങ്ങൾ കയ്യിലെടുക്കാൻ തീരുമാനിക്കുകയും ഉപദേശിക്കുകയുമായിരുന്നു. അവൻ തന്റെ ദൈവിക രൂപമായ വിശ്വരൂപം മാതാപിതാക്കൾക്ക് വെളിപ്പെടുത്തി. ആ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ദൈവമാണെന്ന് അവർ മനസ്സിലാക്കി. അവർ അവനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ബാലകൻ ഇല്ലം വിട്ടിറങ്ങി. ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളെയും നശിപ്പിച്ചുകൊണ്ട് നടക്കരുതെന്ന് അവന്റെ അമ്മ അവനോട് പറഞ്ഞു. തന്റെ ദർശനം കൊണ്ട് ഒന്നും ശിഥിലമാകാതിരിക്കാൻ മുത്തപ്പൻ കണ്ണുകൾ തുളച്ചു. അതുകൊണ്ടാണ് തിരുവപ്പനെ അന്ധമായി ചിത്രീകരിക്കുന്നത്. തുടർന്ന് അഞ്ചരമനയ്ക്കൽ നിന്ന് യാത്ര തുടങ്ങി. കുന്നത്തൂരിന്റെ പ്രകൃതി ഭംഗി അവനെ തടഞ്ഞു. ഈന്തപ്പനകളുടെ കള്ളും അവനെ ആകർഷിച്ചു. നിരക്ഷരനായ കള്ളു ചെത്തുന്നയാൾ തന്റെ ഈന്തപ്പനകളിൽ നിന്ന് തന്റെ കള്ളു മോഷ്ടിക്കപ്പെടുന്നത് തിരിച്ചറിഞ്ഞു. അതിനാൽ കള്ളു ചെത്തുകാരൻ ഈന്തപ്പനകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ കാവൽ നിൽക്കുമ്പോൾ ഒരു വൃദ്ധൻ തന്റെ കൈപ്പത്തിയിൽ നിന്ന് കള്ളു മോഷ്ടിക്കുന്നത് പിടികൂടി. കള്ളുചെത്തുകാരൻ വളരെ ദേഷ്യപ്പെട്ടു. വില്ലും അമ്പും ഉപയോഗിച്ച് ആ മനുഷ്യനെ എയ്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരമ്പു പോലും അഴിക്കാൻ കഴിയാതെ ബോധരഹിതനായി. അദ്ദേഹത്തെ തേടി ഭാര്യ എത്തി. മരത്തിന്റെ ചുവട്ടിൽ അബോധാവസ്ഥയിലായിരുന്നു കള്ളുചെത്തുകാരൻ. അവർ ഈന്തപ്പനയുടെ മുകളിൽ ഒരു വൃദ്ധനെ കണ്ട് അവനെ വിളിച്ചു മുത്തപ്പൻ. മുത്തപ്പൻ എന്നാൽ പ്രാദേശിക മലയാളം ഭാഷയിൽ മുത്തച്ഛൻ എന്നാണ്. തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അധികം താമസിയാതെ അദ്ദേഹത്തിന് ബോധവും തിരിച്ചു കിട്ടി. അവൾ മുത്തപ്പന് വേവിച്ച പയർ, തേങ്ങയുടെ കഷണങ്ങൾ, ചുട്ടുപഴുത്ത മത്സ്യം, കള്ള് എന്നിവ നൽകി. ഇന്നും ശ്രീ മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് വേവിച്ച പയറും തേങ്ങാ കഷ്ണവുമാണ് നൽകുന്നത്. അവൾ മുത്തപ്പന്റെ അനുഗ്രഹം തേടി. കള്ളുചെത്തുകാരന്റെ ആവശ്യപ്രകാരമാണ് മുത്തപ്പൻ കുന്നത്തൂരിനെ തന്റെ വസതിയായി തിരഞ്ഞെടുത്തത്. ഇതാണ് പ്രസിദ്ധമായ കുന്നത്തൂർ പാടി. കുന്നത്തൂർ പാടിയിൽ മുത്തപ്പന് ശ്രീകോവിൽ ഇല്ല. ഉത്സവകാലങ്ങളിൽ തൽക്കാലമായി നിർമ്മിക്കുന്നതാണ് ശ്രീകോവിൽ. കുന്നത്തൂരിൽ കുറച്ചു വർഷങ്ങൾ ചെലവഴിച്ചതിനു ശേഷം ശ്രീമുത്തപ്പൻ തന്റെ അവതാരം എന്ന ലക്ഷ്യം നേടുന്നതിനായി കൂടുതൽ അനുകൂലമായ താമസ സ്ഥലം തേടാൻ തീരുമാനിച്ചു. കുന്നത്തൂരിൽ നിന്ന് മുകളിലേക്ക് അമ്പെയ്തു. ആ അമ്പ് ഇന്ന് പറശ്ശിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിയിൽ തറിക്കുകയായിരുന്നു. അമ്പ് കണ്ടെത്തുമ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള പുണ്യജലത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അമ്പ് ആൾത്താരയിൽ വെച്ചു. അന്നു മുതൽ ശ്രീമുത്തപ്പൻ പറശ്ശിനിക്കടവിൽ കുടികൊള്ളുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ്. ബൈമോട്ട് e-shopping application is one of the online shopping app. മുത്തപ്പൻ കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ പേരാവൂരിനടുത്തുള്ള പുരളിമലയിലെത്തി. ഇവിടെ മറ്റൊരു മുത്തപ്പനെ കണ്ടു. തിരുവപ്പൻ അവനെ മലയാളത്തിൽ ചെറുക്കൻ എന്ന് വിളിക്കുകയും അനുഗമിക്കുകയും ചെയ്തു. ഈ രണ്ടാമത്തെ മുത്തപ്പനെ വെള്ളാട്ടം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ തിരുവപ്പൻ വലിയ മുത്തപ്പൻ എന്ന് വിളിക്കപ്പെടുന്നു. വെള്ളാട്ടം അല്ലെങ്കിൽ ചെറിയ മുത്തപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ മുത്തപ്പൻ തെയ്യം ഇതിനായി വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള സിംഹാസനം ഉപയോഗിക്കുന്നു. ശ്രീമുത്തപ്പന് എപ്പോഴും ഒരു നായയുടെ അകമ്പടിയുണ്ട്. നായക്കളെ ഇവിടെ പവിത്രമായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിലും പരിസരത്തും നായക്കളെ ധാരാളം കാണാം. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ 2 കൊത്തുപണികളുള്ള വെങ്കല നായക്കൾ ഉണ്ട്. അവ ദൈവത്തിന്റെ അംഗരക്ഷകരെ പ്രതീകപ്പെടുത്തുന്നു. പ്രസാദം തയ്യാറാക്കി കഴിഞ്ഞാൽ ആദ്യം വിളമ്പുന്നത് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ എപ്പോഴും തയ്യാറായിരിക്കുന്ന ഒരു നായക്കാണ്.
പ്രാദേശിക ഇതിഹാസങ്ങൾ ശ്രീ മുത്തപ്പന് നായക്കളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇനി പറയുന്ന കഥ പോലെ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിനുള്ളിൽ നായക്കളുടെ എണ്ണം കുറയ്ക്കാൻ ക്ഷേത്രഭാരവാഹികൾ തീരുമാനിച്ചു. അങ്ങനെ അവർ കുറച്ച് നായക്കളെയും നായക്കുട്ടികളെയും കൊണ്ടുപോയി. അന്നു മുതൽ ശ്രീ മുത്തപ്പൻ തെയ്യം കെട്ടിയാടാൻ കഴിഞ്ഞിരുന്നില്ല. ചടങ്ങിൻ്റെ മുഴുവൻ സമയവും ശ്രീ മുത്തപ്പൻ്റെ ആത്മാവ് തെയ്യക്കാരൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ നായക്കളെ നീക്കം ചെയ്തതിനാൽ തെയ്യം കലാകാരൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ വിസമ്മതമായി മാറുകയായിരുന്നു. തെറ്റു മനസ്സിലാക്കിയ ക്ഷേത്രം ഭാരവാഹികൾ നായക്കളെ തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചു. അന്നു മുതൽ തെയ്യം കെട്ടുകാഴ്ചകൾ സാധാരണ നിലയിലായി. പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൻ്റെ ബലിപീഠത്തിലേക്ക് ഒരു ഘോഷയാത്രയോടെ ആരംഭിക്കുന്നു. ദൈവത്തോടുള്ള പൂജ കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കർണാടകയിലെ കൂർഗ് അഥവാ കുടക് ജില്ലയിലും നിരവധി ക്ഷേത്രങ്ങളും കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മുംബൈ, അഹമ്മദാബാദ്, ദില്ലി, ചെന്നൈ എന്നിവിടങ്ങളിലും നിരവധി ക്ഷേത്രങ്ങളിൽ ആചരിക്കപ്പെടുന്നു. ഇത് കേരളത്തിലെ ഉത്തര മലബാറിലെ കൂർഗിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ദൈവത്തിൻ്റെ ജനപ്രീതിയെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ മടപ്പുരയ്ക്കും അതിൻ്റേതായ പാരമ്പര്യമുണ്ട്.